ഗബ്രിയുടെയും ജാസ്മിൻ്റെ ഒരു വൈബ് അതെങ്ങനെയാണ് സെറ്റായി? നിങ്ങൾ ചെന്ന് നിങ്ങൾ എല്ലാവർക്കും ചായയുടെ തോളം അവിടെ നിൽക്കുമ്പോൾ ആവശ്യമായിട്ട് തോന്നുന്നു, നിങ്ങൾ തമ്മിലുള്ള വൈബ് എങ്ങനെയാണ് സെറ്റായി? വൈബ് സെറ്റായത് ആദ്യത്തെ അത് എല്ലാം ആക്സിഡൻ്റലാണ്. അത് ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആക്സിഡൻ്റലായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഉറങ്ങണ്ടാന്ന് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഉറങ്ങാതെ എവിടെയെങ്കിലും പോയിരുന്ന് പ്ലാൻ ചെയ്യുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ, രതീഷേട്ടൻ, ജാസ്മിൻ, നോറ, പിന്നെ 2-3 പേര് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പോയി കിടന്ന് ഞങ്ങൾ 4 പേരും മാത്രം പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കുറേ നേരം സംസാരിച്ചായിരുന്നു, പാട്ടൊക്കെ പാടി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ബോണ്ടിങ് വരും. ആരും ഇല്ലയെന്ന് തോന്നുന്നൊരു പോയിന്റിൽ ഇങ്ങനെ കൈപിടിച്ച് നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിനുള്ള ബലമാണ്, ശരീരത്തിനുള്ള ബലമല്ല. ഗബ്രി ഇപ്പോൾ ജാസ്മിൻ ആ ബലം നഷ്ടപ്പെട്ടു, ഇനി അങ്ങോട്ട് എങ്ങനെ സർവൈവ് ചെയ്യുന്ന ആലോചിച്ചിട്ടുണ്ടോ? ജാസ്മിൻ ഇസ് എ ബ്രില്യൻ പ്ലെയർ. അത് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ്. എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, ആരോട് എന്ത് പറഞ്ഞ് നിൽക്കാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ. ജിൻഡോ ചേട്ടൻ്റെ അടുത്താണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ പറഞ്ഞ് ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കഴിവുള്ള ആൾ തന്നെയാണ്. ജാസ്മിൻ പുറത്തിറങ്ങിയാലും സെയിം ഇമോഷൻ കീപ്പ് ചെയ്യും. സെയിം ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, അതിൻ്റെ ഉള്ള ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു. അവൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക് അത് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഒരു ലവ് എലമെൻറ്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റ് വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളോ ഒന്നും അല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ്. അതിന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് വേറൊരു കാര്യം പറയട്ടെ. ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു. നമ്മളിപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൾഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം. പക്ഷേ അതിൻ്റെ അകത്ത് നിൽക്കുന്നവർക്കേ അതിൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സർവൈവ് ചെയ്തു, അത്രയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അതായത് 55 നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ. അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ്. മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി തളർന്ന് പിഴിഞ്ഞ് ഉടച്ചെടുക്കും. അത് എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൻ്റെ അത് നിൽക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു 10 കിലോൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രേക്ഷകർ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ എല്ലാ സീസണിലും വന്ന വിമർശനമാണ് ഈ സീസൺ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത്. ബിഗ് ബോസ് ഒരിക്കലും അല്ല. ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല. എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ ഇനി അങ്ങനെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്. നിങ്ങൾ ഇതും ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പിസോഡ് കാണാത്തതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നില്ല എന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീടിൻ്റെ ഓരോ കോർണേഴ്സിലും പോയി അവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് എന്താണ്, മൈക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത്. ജിൻഡോ ചേട്ടൻ അന്ന് എന്നെ കളിയാക്കി. അത് ഞാൻ പക്ഷേ നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. മൈക്ക് എവിടെ ഇരിക്കുന്നത്, എവിടെയാണ് ലൈറ്റ് സെറ്റപ്പ്, എങ്ങനെയാണ് വരുന്നത്, അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലൈറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെറ്റ് ഡിസൈനിലാണെങ്കിലും ഒരുപാട് ഡീപ്പായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ഒരു ദിവസം ഓടണമെങ്കിൽ 10-350 ആൾ അതിൻ്റെ ചുറ്റും കിടന്ന് ഓടണം, എന്നാലാണ് അത് അത്ര സ്മൂത്തായിട്ട് ഓടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് വെച്ചാൽ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവർക്ക് ടാസ്കുകൾ തരാം. ആ ടാസ്കുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ആ വീടിൻ്റെ അകത്തുള്ളവരാണ്. നമ്മൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമായിട്ട് നമുക്കൊരു ബന്ധമില്ല. ആ ബിഗ് ബോസിൻ്റെ വോയിസ് മാത്രമാണ് നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം. ഭയങ്കര സൗഹൃദത്തിലും ഭയങ്കര ഒരു ഇമോഷണലായിരുന്നു. അതുകൊണ്ട് ഇനി ജിൻഡോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ആ സ്റ്റേജിൽ നിന്നപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എൻ്റെ ഗെയിം ആ വീടിൻ്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. ഇനി എനിക്ക് വിദ്വേഷമോ ദേഷ്യമോ, അതെ തീർച്ചയായും, ദേഷ്യമോ വിദ്വേഷമോ വെറുപ്പോ പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല. സ്നേഹവും സൗഹൃദവും സാഹോദര്യവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ എൻ്റെ കുറച്ച് അലക്കാനുള്ള തുണിയും വേറെ വലിയ കാര്യമായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു. എനിക്ക് എത്ര ദേഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എത്ര തല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ തല്ല് പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാകെ മുന്നോട്ട് പോകണേ. എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനമില്ലാതെ ഒരു അതെനിക്കറിയില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പ്രേക്ഷകര് ഗബ്രിയുടെ ഒരു എവിക്ഷൻ വന്ന സമയത്ത് പറയുന്നൊരു പ്രധാന കാരണം ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഗബ്രി. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചിട്ടുള്ളത്. എന്താണ് ഞാൻ ഒറ്റയ്ക്കല്ല കളിച്ചതെങ്കിൽ 5 പ്രാവശ്യം ഞാൻ പവർ റൂമിൽ കയറുമ്പോൾ 5 പ്രാവശ്യം ജാസ്മിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? 5 പ്രാവശ്യം ഞാൻ മാത്രമാണ് കയറിയത്. ജാസ്മിൻ ഒരു തവണയെ പവർ റൂമിൽ കയറിയിട്ടുള്ളൂ. ഇല്ല, ജാസ്മിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ റസ്മിന് ഒരിക്കലും പ്രശ്നമായിരുന്നില്ല. പക്ഷേ
ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഗെയിം ചില ദിവസങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റസ്മിൻ എന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട്? ഇല്ല, ഫ്രണ്ട്ഷിപ്പിനെ അത് ഒരിക്കലും ബാധിക്കില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ വരുന്ന ഇമോഷൻസിനെ ഒളിച്ച് വെച്ച് സ്നേഹം അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ മനസ്സിലെന്താണോ അത് തന്നെയാണ് ഞാൻ കാണിക്കുക. അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളതും. ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ടാസ്കിൽ റസ്മിൻ പറഞ്ഞ കള്ളൻ എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ഹേർട്ടായി. ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ അവർ ജിൻഡോ ചേട്ടൻ എന്ത് പറഞ്ഞാലും ബാക്കി അവിടെ ഉള്ളവർ എത്ര പേര് എത്ര അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ എഫക്റ്റ് ചെയ്യാറില്ലായിരുന്നു. ജിൻഡോ വീട്ടുകാരെ അത് വിഷമം വന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഒരിക്കലും അവിടെ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരാളെ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആരും ട്രിഗർ ചെയ്യില്ല. ഞാൻ ചെയ്യില്ല. ഒരാളെ എനിക്ക് ഇപ്പം ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ അത്രയും നമ്മളെ വിഷമിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു കാരണം വേണം. അപ്പോൾ മാത്രമാണ് ഞാൻ ജിൻഡോ ചേട്ടൻ അന്ന് ട്രിഗർ ചെയ്യാൻ കാരണം തന്നെ അത്രയും ബാഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അത്രയും പ്രൊവക്കേഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. അതാണ് ഗെയിം. അവിടെയാണ് നമ്മളൊരു ഗെയിമർ ആവുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഗബ്രി പുറത്തായ ജാസ്മിൻ ഗെയിം കളിക്കും, പക്ഷേ ജാസ്മിൻ പുറത്തായ